ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കലൊരു സന്യാസി വലിയ സങ്കടത്തോടെ ആശ്രമശ്രേഷ്ഠൻ്റെ അടുത്തെത്തി. സങ്കടത്തിൻ്റെ കാരണം തിരക്കിയ ആശ്രമാധിപനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഗുരു, പ്രലോഭനങ്ങൾ കൊണ്ട് ഞാൻ വലയുകയാണ്. എന്നും എപ്പോഴും എവിടെയും പ്രലോഭനങ്ങൾ എന്നെ വേട്ടയാടുന്നു. സന്യാസ ജീവിതം നഷ്ടപ്പെടുമോ എന്ന് പോലും എനിക്ക് ഭയമുണ്ട്. ആശ്രമശ്രേഷ്ഠൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: സാരമില്ല, എല്ലാത്തിനും പോംവഴിയുണ്ട്. 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കിതേപ്പറ്റി സംസാരിക്കാം. അതുവരെയും ഞാൻ താങ്കൾക്കായി പ്രത്യേകം പ്രാർത്ഥിച്ചോളാം. സന്യാസി പോയി കഴിഞ്ഞ ഉടൻ ശ്രേഷ്ഠൻ ആശ്രമത്തിലെ തോട്ടക്കാരനെയും അടുക്കളക്കാരനെയും വിളിപ്പിച്ചു. രഹസ്യമായ ഒരു നിർദ്ദേശം കൊടുത്തു. മേൽപ്പറഞ്ഞ സന്യാസിക്ക് തുടർച്ചയായി എന്തെങ്കിലും ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ 2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആശ്രമശ്രേഷ്ഠൻ സന്യാസിയെ കണ്ട് ചോദിച്ചു: ഇപ്പോൾ എങ്ങനെയുണ്ട് പ്രലോഭനങ്ങൾ? സന്തോഷത്തോടെ സന്യാസി ഇങ്ങനെ പറഞ്ഞു: ഇപ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം എനിക്ക് എപ്പോഴും ധാരാളം ജോലികളുണ്ട്. അധ്വാനത്തിൻ്റെ ക്ഷീണം കൊണ്ട് കിടന്നാൽ ഉടനെ ഉറക്കവും വരും. പ്രലോഭനത്തിന് കടന്നു വരാൻ എവിടെയാ സമയം? അലസതയാണ് പലപ്പോഴും പ്രലോഭനങ്ങൾക്ക് അവസരം കൊടുക്കുന്നത്. സ്വന്തം ഉത്തരവാദിത്തങ്ങളും ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളും മറന്നുകൊണ്ടുള്ള അശ്രദ്ധമായ ജീവിതചര്യകൾ പ്രലോഭകനായി വാതിൽ തുറന്നു കൊടുക്കും. വെറുതെ കിടക്കുക മാത്രമല്ല അലസതയുടെ അടയാളം. ക്രിയാത്മകത അല്ലാത്ത പ്രവർത്തനങ്ങളും അലസതയുടെ ലക്ഷണങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന്, ടെലിവിഷൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും മുന്നിൽ ദീർഘസമയം ചെലവഴിക്കുന്നതും ഫോണിലൂടെ ആവശ്യമില്ലാതെ സംസാരിച്ച് സമയം കളയുന്നതും അലസത തന്നെ. ഇടയ്ക്കിടയ്ക്ക് സ്വന്തം ഉത്തരവാദിത്തങ്ങളെയും ഭാവിയെപ്പറ്റിയും യാഥാർത്ഥ്യബോധമുള്ള സ്വപ്നങ്ങൾ കാണുന്നത് നമ്മെ കർമ്മനിരതരാക്കാൻ സഹായിക്കും. മരണത്തെക്കുറിച്ചുള്ള ആരോഗ്യകരമായ ചിന്തയും സമയം നഷ്ടപ്പെടുത്താതെ അധ്വാനിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കും. കാരണം നാളെ നമുക്ക് അവസരം കിട്ടിയില്ലെങ്കിലോ? ക്രിയാത്മകമായ ചിന്തകളും സംസാരവും ഭാവനകൾ പോലും പ്രലോഭനത്തെ നിരോധിക്കുവാൻ സഹായകമാണ്. അതിനാൽ ഓരോ നിമിഷവും കർമ്മോത്സുകതയോടെ ജീവിക്കുവാനായി നമുക്ക് ശ്രമിക്കാം.